ഹായ്, വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി എൻവയോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റിയിലെ രണ്ടാമത്തെ മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ആന്ത്രോപോസെൻട്രിസം, ഡീപ്പ് ഇക്കോളജി എന്നീ കൺസെപ്റ്റുകളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആന്ത്രോപോസെൻട്രിസം, മനുഷ്യ കേന്ദ്രീകൃത ലോകവീക്ഷണത്തെയാണ് നമ്മൾ ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്നത്. ആന്ത്രോപ്പോ എന്ന് പറയുന്നത് മനുഷ്യർ, സെൻട്രിസം എന്ന് നമുക്കറിയാം കേന്ദ്രം എന്നുള്ള അർത്ഥമാണ്. അത്തരത്തിൽ മനുഷ്യർ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും മുകളിലാണെന്ന് ധാരണ, അതായത് പ്രകൃതിക്കും മറ്റ് ജീവജാലങ്ങൾക്കും എല്ലാം മുകളിലാണ് മനുഷ്യർ, ഇതെല്ലാം മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ആന്ത്രോപോസെൻട്രിസം. പ്രകൃതി മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവമായി കണക്കാക്കുന്നു. അപ്പോൾ ഈ ഒരു വീക്ഷണത്തിൽ ഈ പ്രകൃതി, അതുപോലെ തന്നെ പ്രകൃതിയിലുള്ള മറ്റു വിഭവങ്ങൾ, മറ്റ് ജീവജാലങ്ങൾ, ഇവയെല്ലാം മനുഷ്യർക്ക് വേണ്ടി ഉള്ളതാണ്, മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങളാണ് ഇതെല്ലാം എന്നൊരു വീക്ഷണമാണ് ആന്ത്രോപോസെൻട്രിസത്തിൽ ഉള്ളത്. ഇതിൽ ആദ്യം വരുന്നത് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആന്ത്രോപോസെൻട്രിസം ആണ്. അതായത് ഈ ഒരു വീക്ഷണം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പുരാതന ഗ്രീക്ക് ചിന്തകർ മനുഷ്യർക്ക് മാത്രമാണ് യുക്തിചിന്ത ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പണ്ട് തന്നെ അരിസ്റ്റോട്ടില്, പ്ലേറ്റോ, സോക്രട്ടീസ് തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഗ്രീക്ക് ചിന്തകരുടെ കാലത്ത് തന്നെ മനുഷ്യർ മറ്റുള്ളവരിതിന് മുകളിലാണ് എന്നുള്ളൊരു വീക്ഷണം നിലനിന്നിരുന്നു. അതായത് മനുഷ്യർക്ക് മാത്രമാണ് യുക്തിചിന്ത ഉള്ളത്, മറ്റ് മൃഗങ്ങളെല്ലാം യുക്തിചിന്ത ഇല്ലാത്തവരാണ്, ഈ പ്രപഞ്ചത്തെ കുറിച്ചിട്ടുള്ള സത്യം അതെല്ലാം മനസ്സിലാക്കാൻ മനുഷ്യർക്കാണ് കഴിയുള്ളൂ എന്ന തരത്തിൽ മനുഷ്യരെ മറ്റുള്ളതിന് മുകളിലായിട്ടാണ് കണ്ടിരുന്നത്. പ്ലോട്ടിനസിന്റെ ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീയിങ്സ്, മനുഷ്യരെ ദൈവത്തിന് താഴെ മറ്റു ജീവികൾക്ക് മുകളിലായി കണക്കാക്കി. ഇനി പ്ലോട്ടിനസ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രീക്ക് ചിന്തകൻ ഗ്രേറ്റ് ചെയിൻ ഓഫ് ബീയിങ്സ്, ഒരു ശ്രേണിയായിട്ട് ജീവജാലങ്ങളെ തരംതിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ദൈവമാണ് ഏറ്റവും മുകളിൽ വരുന്നത്, ദൈവത്തിന് താഴെ മാലാഖമാരും മറ്റുമാണ് വരുന്നത്, അതിന് താഴെ മനുഷ്യര്, അതിന് താഴെയാണ് മറ്റ് ജീവജാലങ്ങളും പ്രകൃതിയൊക്കെ വരുന്നത്. അപ്പോൾ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന വളരെ ഉന്നതമായിട്ടൊരു സ്ഥാനമാണ് ഉള്ളത് എന്നുള്ളൊരു സങ്കല്പം പണ്ട് കാലം മുതൽക്ക് തന്നെ മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്നു. പിന്നെ വരുന്നത് ദൈവം പ്രകൃതി സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണെന്നുള്ള മതവിശ്വാസമാണ്. നമുക്കറിയാം പല മതങ്ങളിലുള്ള ഒരു വിശ്വാസമാണ് ദൈവം തൻ്റെ പ്രതിരൂപമായിട്ടാണ് മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും എല്ലാം മനുഷ്യർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നുള്ള ഒരു മതവിശ്വാസം പല സമൂഹങ്ങൾക്കിടയിലും ഉണ്ടായിരുന്നു. ഇതുകൂടാതെ ലോകം ഒരു യന്ത്രമാണെന്ന ദെക്കാർത്തയുടെ വീക്ഷണം, ഇതുകൂടാതെ ഫിലോസഫേഴ്സിന്റെ ഇടയിലും ഇത്തരത്തിലുള്ള വീക്ഷണം ഉണ്ടായിരുന്നു. ലോകം എന്ന് പറയുന്നത് ഒരു യന്ത്രം പോലെയാണ്, മനുഷ്യരാണ് ആ യന്ത്രം പ്രവർത്തിപ്പിക്കുന്നത്, അതായത് പ്രകൃതി എന്നൊക്കെ പറയുന്നത് യന്ത്രം പോലെയാണ്, നമ്മളാണ് അത് പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള വീക്ഷണമാണ്. ഇവയെല്ലാം മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ ലോകം എന്ന ധാരണ നൽകുകയും അത് പ്രകൃതി ചൂഷണത്തിന് വഴിവെക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലെല്ലാം കോമൺ ആയിട്ട് വരുന്നത് നമ്മുടെ പുരാതന ഗ്രീക്ക് ചിന്തകരായാലും പിന്നീട് പല മതവിശ്വാസങ്ങളായാലും എല്ലാത്തിലും മനുഷ്യരെ മറ്റുള്ള എല്ലാത്തിനും മുകളിലായിട്ട് സൃഷ്ടിക്കുന്നു അല്ലെങ്കിൽ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം വരുന്നത്. രണ്ടാമത് വരുന്നത് ഈ പ്രകൃതിയും മറ്റെല്ലാം തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അതുകൊണ്ട് നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളൊരു ധാരണയും ആളുകളിൽ രൂപപ്പെട്ടു വന്നു. ഇത് വ്യാപകമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിനും അതുപോലെ തന്നെ പരിസ്ഥിതി നാശത്തിനൊക്കെ കാരണമായിട്ടുണ്ട്. അടുത്തത് വരുന്നത് വെറൈറ്റീസ് ഓഫ് ആന്ത്രോപോസെൻട്രിസം ആണ്. ഇതിൽ തന്നെ വരുന്ന വ്യത്യസ്ത വീക്ഷണങ്ങളാണ്. പ്രധാനമായിട്ടും നമുക്ക് 3 തരത്തിലുള്ള വീക്ഷണങ്ങളാണ് ആന്ത്രോപോസെൻട്രിസത്തിൽ വരുന്നത്. ആദ്യം വരുന്നത് പെർസ്പെക്റ്റീവൽ ആന്ത്രോപോസെൻട്രിസം. ഇതിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് അയാളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വീക്ഷണം നടത്താൻ കഴിയും. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ വീക്ഷണം, നമ്മുടെ കാഴ്ചപ്പാട് രൂപപ്പെടുന്നത് നമ്മൾ വളർന്നു വരുന്ന സാഹചര്യം, സംസ്കാരം എന്നിവ കൊണ്ടൊക്കെ സ്വാധീനിക്കപ്പെടുന്നതാണ്. പക്ഷെ അതിലെല്ലാം ഉപരി നമ്മൾ മനുഷ്യരാണ് എന്നൊരു ഘടകമുണ്ട്. ആ ഒരു ഘടകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ വീക്ഷണം ഉണ്ടാവുക എന്നുള്ളതാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു പക്ഷിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മൃഗമോ ഒക്കെ അവർ ആ ജീവിയാണ് എന്നുള്ള തരത്തിലാണ് അവർ ലോകത്തെ നോക്കി കാണുന്നത്. അപ്പൊ മനുഷ്യർ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഒരു വീക്ഷണത്തിൽ കൂടി മാത്രമേ ലോകത്തെ നോക്കി കാണാൻ കഴിയൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. മനുഷ്യരുടെ മനുഷ്യ കേന്ദ്രീകൃത വീക്ഷണം സ്വാഭാവികമാണ്. അപ്പൊ നേരത്തെ പറയുന്നത് പോലെ മതങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് തത്വചിന്തകരോ പറയുന്നത് പോലെ മനുഷ്യർ മറ്റുള്ളതിനേക്കാൾക്ക് മുകളിലാണ് എന്ന തരത്തിൽ ഇവർ പറയുന്നില്ല. മറിച്ച് എന്താണ് പറയുന്നത്, നമ്മൾ മനുഷ്യരായത് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ ഒരു വീക്ഷണത്തിലൂടെയാണ് കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയുള്ളൂ. എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കറിയാം എല്ലാ ജീവികളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നന്നായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, മനുഷ്യരും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. മനുഷ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രേരണ സാധൂകരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിലൂടെ
മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടി പ്രകൃതിയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണെന്ന് പറയുന്നു. കാരണം എല്ലാ ജീവജാലങ്ങളും അത് തന്നെയാണ് ചെയ്യുന്നത്. അവരെല്ലാം അവരുടെ വീക്ഷണത്തിലൂടെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. മനുഷ്യർ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഒരു വീക്ഷണമാണുള്ളത്. മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ നമ്മൾ നേരത്തെ കണ്ട മനുഷ്യരെല്ലാത്തിനും മുകളിലാണ് എന്നുള്ള രീതിയിൽ ഒരു പറഞ്ഞു വെക്കുന്നില്ല. മറിച്ച് നമ്മൾ മനുഷ്യരാണ് എന്നുള്ള കാരണം കൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക. എല്ലാ ജീവജാലങ്ങളും അങ്ങനെയാണ് എന്നുള്ളൊരു വീക്ഷണമാണ് പെർസ്പെക്റ്റീവൽ ആന്ത്രോപോസെൻട്രിസത്തിൽ പറയുന്നത്. പിന്നെ വരുന്നത് സ്ട്രോങ് ആന്ത്രോപോസെൻട്രിസമാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വീക്ഷണമാണ് മനുഷ്യർ എല്ലാത്തിനും മുകളിലാണ് എന്ന ചിന്ത. ഇത് പല കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രകൃതിയും മറ്റു ജീവജാലങ്ങളെല്ലാം മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നുള്ള ധാരണയായിരിക്കാം. അതല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ധാരണയായിരിക്കാം. ഉദാഹരണത്തിന് മനുഷ്യർക്കാണ് ഏറ്റവും ബുദ്ധിവികാസമുള്ളത്, മനുഷ്യർക്കാണ് യുക്തിചിന്തയുള്ളത്, അത് കാരണം കൊണ്ട് മനുഷ്യർ എല്ലാത്തിനും മുകളിലാണ് എന്നുള്ള ധാരണയായിരിക്കാം. അപ്പൊ എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും മനുഷ്യരെല്ലാത്തിനും മുകളിലാണ് എന്നൊരു ചിന്താഗതിയാണ് സ്ട്രോങ് ആന്ത്രോപോസെൻട്രിസത്തിലുള്ളത്. പ്രകൃതിയെയും മറ്റ് ജീവജാലങ്ങളെയും മനുഷ്യരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു, ന്യായീകരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീക്ഷണത്തിലുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള വിഭവങ്ങളാണ് മറ്റുള്ള എല്ലാം. മറ്റ് ജീവജാലങ്ങളും പ്രകൃതിയും എല്ലാം മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങളാണ്. എല്ലാ ജീവനും ഒരേ മൂല്യമാണ് എന്നിവർ കരുതുന്നില്ല. മനുഷ്യരുടെ ജീവന് കൂടുതൽ മൂല്യമുണ്ട്, മറ്റ് ജീവജാലങ്ങളുടെ ജീവന് കുറച്ച് മൂല്യമേ ഉള്ളൂ എന്നുള്ളൊരു വീക്ഷണമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ പ്രകൃതിയും മറ്റ് ജീവജാലങ്ങളും എല്ലാം മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവമായിട്ട് ഇതിൽ കണക്കാക്കുന്നു. മറ്റു ജീവികളുടെ അതിജീവനത്തെക്കുറിച്ച് പരിഗണിക്കുന്നില്ല. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മളൊരു ഡാം നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മരങ്ങൾ വെട്ടിയിട്ട് വനനശീകരണം നടത്തുന്ന സമയത്ത് അവിടെയുള്ള മറ്റ് മൃഗങ്ങൾ എങ്ങനെ ജീവിക്കും, അവരുടെ ആവാസ വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവർ പരിഗണിക്കുന്നേ ഇല്ല. സ്ട്രോങ് ആന്ത്രോപോസെൻട്രിസത്തെ സംബന്ധിച്ചിട്ട് മനുഷ്യരാണ് ഏറ്റവും മുകളിൽ വരുന്നത്, മറ്റുള്ളതിനൊന്നും ഒരു വിലയില്ല, അതെല്ലാം മനുഷ്യർക്ക് ഉപയോഗിക്കാനുള്ള വിഭവങ്ങളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സ്ട്രോങ് ആന്ത്രോപോസെൻട്രിസത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ വീക്ഷണമായിട്ട് വരുന്നത് വീക്ക് ആന്ത്രോപോസെൻട്രിസമാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സ്ട്രോങ്ങിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. മനുഷ്യർ പ്രധാനമാണെന്ന് കരുതുന്നു, എന്നാൽ ധാർമ്മികത ആവശ്യപ്പെടുന്നു. അതായത് മനുഷ്യർ തന്നെയാണ് ഇവിടെയും കേന്ദ്രമായിട്ട് വരുന്നത്, മനുഷ്യർ തന്നെയാണ് മുകളിൽ വരുന്നത്. എന്നാൽ അതിനർത്ഥം ബാക്കിയുള്ളതിനൊന്നും ഒരു വിലയില്ല എന്ന് കണക്കാക്കേണ്ടതില്ല എന്നാണ് ഈ വീക്ക് ആന്ത്രോപോസെൻട്രിസത്തിൽ പറയുന്നത്. നമ്മൾ മുകളിലാണ് എന്ന് കരുതിയിട്ട് ബാക്കിയുള്ളതിനെല്ലാം നമ്മൾ ചൂഷണം ചെയ്യുക എന്ന് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടതില്ല. അല്പം ധാർമ്മികതയോടുകൂടി മനുഷ്യർക്ക് പെരുമാറാം എന്നുള്ള ഒരു കാര്യമാണ് വീക്ക് ആന്ത്രോപോസെൻട്രിസത്തിൽ പറയുന്നത്. മനുഷ്യരുടെ അതിജീവനത്തിനായി വിഭവശേഖരണം അനിവാര്യമാണ്. നമുക്കറിയാം, നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് പാർപ്പിടത്തിനായാലും ഭക്ഷണത്തിനായാലും വസ്ത്രത്തിനായാലും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ അതിജീവനത്തിന് നമുക്ക് ഈ ഒരു പ്രകൃതിയിൽ നിന്നുള്ള വിഭവശേഖരണം അനിവാര്യമാണ്. പക്ഷെ അത് അമിതമായിട്ടുള്ളൊരു ചൂഷണമാകരുത് എന്നുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് വീക്ക് ആന്ത്രോപോസെൻട്രിസത്തിൽ പറയുന്നത്. പ്രകൃതി ചൂഷണവും മൃഗങ്ങളോടുള്ള ക്രൂരതയും എതിർക്കുന്നു. അപ്പോൾ ഇതിൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ വേണം, പക്ഷെ അത് ചൂഷണം ചെയ്യരുത്. നമുക്ക് ഭക്ഷണത്തിന് ഉൾപ്പെടെ മറ്റു മൃഗങ്ങളെയും ജീവികളെയും ആശ്രയിക്കേണ്ടി വരും, പക്ഷെ ഇവിടെ അതിനുള്ള ക്രൂരതയെ എതിർക്കുന്നു. ഉദാഹരണത്തിന് വളരെ മോശം സാഹചര്യത്തിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഫാമുകളിൽ മൃഗങ്ങളെ വളർത്തുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ മൃഗങ്ങളോട് ലാബുകളിലൊക്കെ ക്രൂരത നടത്തുന്നതിനെ കുറിച്ചിട്ട് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിൽ ക്രൂരതകളൊന്നും ചെയ്യരുത്, അല്പം ധാർമ്മികമായിട്ട് പെരുമാറണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കതൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് ശരിയാണ്, എന്നാൽ കുറച്ച് ധാർമ്മികമായിട്ട് പെരുമാറണം എന്നുള്ളൊരു വീക്ഷണമാണ് വീക്ക് ആന്ത്രോപോസെൻട്രിസത്തിൽ പറയുന്നത്. ഇനി സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് ഡീപ്പ് ഇക്കോളജിയാണ്. ഷാളോ ഇക്കോളജിയെ വിമർശിച്ചുകൊണ്ട് ആർനെ നായസ് അവതരിപ്പിച്ചു. അപ്പോൾ ആർനെ നായസ് എന്ന പേരുള്ള ഒരു നോർവീജിയൻ എൻവയോൺമെന്റലിസ്റ്റ് ആണ് ഈ ഒരു വീക്ഷണം അവതരിപ്പിക്കുന്നത്. ഷാളോ എക്കോളജിയെ വിമർശിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഷാളോ എക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതി സംരക്ഷിക്കണം, കാരണം നമുക്ക് പ്രകൃതി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, നമുക്ക് പ്രകൃതിയിലുള്ള വിഭവങ്ങൾ ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വീക്ഷണമാണ് ഷാളോ എക്കോളജി. അതിനെ വിമർശിച്ചുകൊണ്ടാണ് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ഒരു വാദം ഇദ്ദേഹം ഉന്നയിക്കുന്നത്. ഇതിൽ പറയുന്നത് മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയല്ല, ധാർമ്മികമായാണ് പ്രകൃതി സംരക്ഷണം നടത്തേണ്ടതെന്നാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പ്രകൃതി സംരക്ഷിക്കുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അത് ആവശ്യമാണ് എന്നതുകൊണ്ടല്ല, പ്രകൃതിക്കൊരു മൂല്യമുണ്ട്, ആ മൂല്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു വീക്ഷണമാണ് ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. ഇതിൽ പ്രകൃതിയെ നമ്മളൊരു വിഭവമായിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഡീപ്പ് ഇക്കോളജിയുമായി ബന്ധപ്പെട്ട് പറയുന്നത് എല്ലാ ജീവനും ജൈവ വൈവിധ്യത്തിന് മൂല്യമുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിക്ക് ഒരു മൂല്യമുണ്ട്, മനുഷ്യർക്ക് മൂല്യമുള്ളത് പോലെ തന്നെയാണ് മറ്റ് ജീവജാലങ്ങൾക്കും മൂല്യമുള്ളത്. അത്തരത്തിൽ മനുഷ്യർ ഇതിന്റെ മുകളിലല്ല, മനുഷ്യർ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഡീപ്പ് ഇക്കോളജിയിൽ വരുന്നത്. അതിജീവനത്തിന് വേണ്ടിയല്ലാതെ പ്രകൃതി ഉപയോഗിക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല. അപ്പൊ നമുക്കറിയാം, നമുക്ക് സ്വാഭാവികമായിട്ടും പ്രകൃതിയിൽ നിന്ന് വിഭവങ്ങൾ ശേഖരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. പക്ഷെ നമ്മളത് വ്യാവസായിക അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഉപഭോഗ സംസ്കാരത്തിന് വേണ്ടിയൊന്നും ഉപയോഗിക്കരുത്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെ ആശ്രയിക്കാവൂ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. പിന്നെ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ പ്രകൃതിയിൽ മറ്റ് ജീവജാലങ്ങളെക്കാളും ഒരുപാട് കൂടുതലാണ് മനുഷ്യരുടെ എണ്ണം എന്നുള്ളത്. അത് കാലങ്ങളായിട്ട് ഇങ്ങനെ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല. മനുഷ്യരുടെ ജനസംഖ്യാ നിയന്ത്രണം അനിവാര്യമാണ്. എന്നാലാണ് നമ്മുടെ ഒരു സിവിലൈസേഷന് ശരിയായ രീതിയിൽ ജീവിക്കാൻ കഴിയൂ എന്നുള്ളൊരു വാദം കൂടി ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്നത് ജീവിത നിലവാരത്തിനല്ല, ജീവിത ഗുണത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്. അപ്പൊ ജീവിത നിലവാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളും ആഡംബരവും ഒക്കെ ഉള്ള അതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ജീവിതത്തിനൊരു ഗുണമുണ്ട്, നമ്മുടെ ജീവനുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്കും ആ ഒരു ഗുണമുണ്ട്, അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള ഒരു വീക്ഷണമാണ് ഡീപ്പ് ഇക്കോളജിയിൽ പറയുന്നത്. പിന്നെ ബുദ്ധിസം, ജൈനിസം, മറ്റ് തദ്ദേശീയ ആത്മീയ ചിന്തകളുടെ സ്വാധീനം, അതായത് പല ഗോത്ര വിഭാഗങ്ങളുടെയും തദ്ദേശീയരായിട്ടുള്ള ആത്മീയ ചിന്താഗതികളുടെയും ബുദ്ധിസം, ജൈനിസം പോലെ പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള മതങ്ങളുടെയൊക്കെ വീക്ഷണങ്ങളുടെ ഒരു സ്വാധീനം നമുക്ക് ഈ ഡീപ്പ് ഇക്കോളജിയിൽ കാണാൻ സാധിക്കും. പിന്നെ ഇതിൽ വരുന്നത് തീവ്ര ചിന്താഗതിക്കാർ കൃഷിയെ പോലും എതിർക്കുന്നു എന്നുള്ളതാണ്. അതായത് കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? സ്വാഭാവികമായിട്ടുള്ള പ്രകൃതിയുടെ വളർച്ചയല്ല, നമ്മൾ അവിടെ പ്രകൃതിയെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് കൃഷി ചെയ്യുന്ന സമയത്ത്. അതിനെ പോലും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഡീപ്പ് ഇക്കോളജിസ്റ്റുകൾ എതിർക്കുന്നുണ്ട്. പകരം പണ്ട് കാലത്ത് നമ്മൾ ഗോത്രങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന പോലെ ഹണ്ടർ ഗാദറിംഗ് എന്ന് പറയും, നമ്മൾ പോയിട്ട് വിഭവങ്ങൾ, പഴങ്ങളും മറ്റൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരിക, വേട്ടയാടാൻ പോവുക, അങ്ങനെയുള്ള ജീവിതം എന്നുള്ള വളരെ ബാലിശമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെയാണ് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഡീപ്പ് ഇക്കോളജിസ്റ്റുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വിമർശന വിധേയമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ഇത്. കാരണം ഇത് പ്രായോഗികമായിട്ടുള്ള ഒന്നല്ല, മനുഷ്യരുടെ ഒരു ജീവിതത്തെയും സംസ്കാരത്തെയും കുറിച്ചിട്ട് മനസ്സിലാക്കാത്ത അപ്രായോഗികമായിട്ടുള്ള ഒരു വീക്ഷണമാണ് ഇത് എന്നുള്ളൊരു വിമർശനം ഇതിന് നിലനിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.